സ്റ്റുഡിയോയിൽ പോവാം. സ്റ്റുഡിയോ പോയിട്ട് നമുക്ക് പിന്നെയുള്ള ഡ്രസ്സൊക്കെ എടുക്കാം. അവിടുത്തെ എന്താണ് നോക്കാം, റേറ്റ് കുറവുണ്ടോ എങ്ങനെയാണ് പണ്ടേ പറഞ്ഞു അജില്. അപ്പോൾ ഇനി നമ്മളൊരു 2 കൂട്ടുകാരും കൂടി വരാണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അവരപ്പോൾ വരണം നമുക്ക് നോക്കാം. നമ്മുടെ കൂട്ടുകാർ 2 പേര് വന്ന്. ഇതാണ് ഗൈസ് നമ്മുടെ ബിനോയ്, ഇതാണ് ശാലിനി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി നേരെ ഇനിയിപ്പം സ്റ്റുഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പം ലെറ്റ്സ് ഗോ. ഗായ്സ്, അങ്ങനെ നമ്മൾ ഇവിടെ സിലിക്കോൺ മാളിൽ എത്തിയിട്ടുണ്ട്, ദുബായിൽ. ഇവിടെയാണ് സ്റ്റുഡിയോ. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും പോകേണ്ടതാ. അപ്പോൾ നേരെ ഇനിയിപ്പോൾ സ്റ്റുഡിയോയിൽ പോവുക. അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം അവിടുത്തെ എന്താണ്, അവിടെ അത്യാവശ്യം വില കുറവുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ പിന്നെ ഇവിടെ പാർക്കിംഗ് ഒക്കെ നല്ല ഗുഡാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ പെയ്ഡ് പാർക്കിംഗ് അല്ല. അങ്ങനെ നമ്മൾ അവിടെ എൻട്രൻസ് എഴുതിയിരിക്കുന്ന കണ്ടിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനിയിപ്പോൾ സ്റ്റുഡിയോ ഇവിടെയെന്നും പറഞ്ഞ് നോക്കണം. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇനി അങ്ങോട്ടുള്ളത് നമ്മൾ നടന്ന് എനിക്ക് അമ്മോ ഇതെന്തോന്നും ഗെയിമിങ് സെറ്റപ്പാ. മോനെ ഇത് നോക്കി ഗായ്സ്. ഓഹ്, ഗെയിമിങ് സെറ്റപ്പല്ലേ ഇത്? അത് തിയേറ്ററാണ്, ഗെയിമിങ് സെറ്റപ്പല്ലേ? മോനെ ഇത് കൈയൊക്കെ എൻ്റെ അമ്മോ രോമാഞ്ചം പറഞ്ഞു ഇത് കണ്ടപ്പോൾ. ഇത് മറ്റു ചന്ദ്രനിലൊക്കെ പോണ സാധനമെന്ന് തോന്നുന്നു. കയറി ഇരുന്ന് കൊടുത്താൽ മതി, അങ്ങ് കൊണ്ടുപോകും. നോക്ക്, ഗെയിമിങ് പാർക്ക് നോക്കിയേ, സെറ്റ് സാധനം നോക്കി. ഓ എൻ്റെ അമ്മോ, കിട്ടിഞ്ഞ സാധനം. കൊച്ചൊക്കെ പറകണ്. ഡിസ്പ്ലേ ഒക്കെ കണ്ടോ, ഡിസ്പ്ലേ. My God. സെറ്റ് ഗൈസ്, നോക്കി കൊച്ച് പറക്കണ നോക്കി. ഓഹ് എൻ്റെ മോനെ, അതിനോടെ ആ കൊച്ചിനെ പറപ്പിക്കണ അതിനകത്ത്. ഒറിജിനൽ ഫീലാണ് അതിന് കിട്ടണേ. സഖി കാര്യമായിട്ടാ ഡിസ്പ്ലേയിൽ VR അല്ലേ, ഒരു പേടിയില്ലാതെ നോക്കിയേ. കൊച്ചിന് ഒരു പേടിയില്ലാതെ അത് കട്ടയ്ക്ക് എൻജോയ് ചെയ്ത് ഇത് ചെയ്യുന്നു. ഇതിൽ കയറണമെങ്കിൽ ഒരാൾക്ക് 25 ദിർഹംസാണ്, കുറവാണ്, നൈസാണ്. ഞാൻ കയറില്ല. പിന്നെ ഒരു ദിവസം നമുക്ക് ഇതിൽ കയറാം ഗൈസ്. അപ്പോൾ ആരെങ്കിലും വരണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുക, എൻജോയ് ചെയ്യുക. സെറ്റാണ് കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് കയറണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ ഈ പൈസ ഇല്ല, അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ കയറാം. മാസാവസാനമായപ്പോൾ എനിക്ക് ദാരിദ്ര്യം തുടങ്ങി സുഹൃത്തുക്കളെ. അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഇത് കയറാൻ പറ്റുമ്പോൾ നിങ്ങൾ കയറുക. ഓക്കെ, അടിപൊളി സെറ്റപ്പാണ്. 25 ദിർഹംസേ ഉള്ളൂ. ഓക്കെ, ഒയാസിസ് മാള്, സിലിക്കോൺ മാള് ഒയാസിസിൽ. ഓക്കെ, അപ്പോൾ വരിക കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലെത്തി. നമ്മുടെ നാട്ടിലെ ഫീൽ തന്നെ അത് തന്നെ. So high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. പുറത്തെ ഷോപ്പിനേക്കാളും അത്യാവശ്യം വില കുറവാണ് ഗൈസ്. മെൻസിൻ്റെ ഷൂസൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ. 15 ദിർഹംസൊക്കെ ഉള്ളു കേട്ടോ ഷൂസൊക്കെ. അതൊക്കെ സ്റ്റുഡിയോയുടെ വില കുറവാണ് ഗൈസ്, അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ്. ഓ ഇത് ഓക്കെ പറഞ്ഞാലും ഗൈസ് നല്ല പ്രൈസ് കുറവല്ല അല്ലേ? പ്രൈസ് കുറവല്ലേ? അല്ലേ? അല്ലേ? ഇത് തന്നെ, വെറുതെ ഡേ ടു ഡേയിൽ പോയിട്ട് ഉള്ള ചാത്തൻ സാധനം മൊത്തം വാങ്ങിച്ച് ഒരാഴ്ച ഇടും, 3 അത് ഖറാബാകും. അതിനേക്കാളും നല്ലത് കുറച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ട്രാവൽ ചെയ്ത് വന്ന് ഇവിടെ വന്ന് നമ്മുടെ ഒയാസിസ് മാളിൽ വന്നിട്ട് നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നമ്മുടെ പൈസ കുറച്ചുകൂടി
വാല്യുബിൾ സാധനങ്ങൾ നമുക്ക് വാങ്ങാം ഗൈസ്. അതാണ് ഇതൊക്കെ കിട്ടിയ സാധനമല്ലേ. 50 ദിർഹംസേ സൂപ്പർ സാധനം. ഇങ്ങനെ പോയാലും പിന്നെ റെസ്റ്റോറൻറ്റൊക്കെ ആണെങ്കിൽ ഇതൊരു 110 ദിർഹംസെങ്കിലും വരും ഗൈസ്. ദിർഹംസിന് ഗൈസ് നോക്കി കിട്ടില്ല ടീഷർട്ടുകൾ നോക്കി, പ്രിന്റഡ് ടീഷർട്ടുകൾ സൂപ്പർ കിട്ടില്ല സാധനങ്ങൾ കേട്ടോ. എല്ലാം കൊള്ളാം, നൈസാണ്. 19 ദിർഹംസേ ഉള്ളൂ ഗൈസ്. വെറുതെ ഉള്ള ഡേ ടു ഡേയിലൊന്നും പോയി ഉള്ള പൈസ കളയേണ്ട ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാം നമുക്ക്. ഗൈസ് അങ്ങനെ അജയ് ഇതാണ്ട് പാൻറ്റൊക്കെ ഒരു ഷർട്ടും എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇതും ഈ പാൻറ്റും ഈ ഒരു ഷർട്ടും അവൻ എടുത്ത്. അപ്പം നമ്മളെ ചെക്കനും ഇതാ ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ട്. എടുക്കല്ലേ പിന്നെ ട്രയൽ റൂമിൽ പോയി അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നോക്കാം. ഇത് അങ്ങനെ അതാണ്ട് എന്തൊക്കെ എടുത്തടാ? ഒരു പാൻസ് എടുത്തു, പിന്നെ ഒരു ഷർട്ട് എടുത്തു, ഒരു പാൻറ് എടുത്ത്. മൊത്തത്തിൽ എത്രയായ? 110 ദിർഹംസ് ആയിട്ടുണ്ട്. എവിടെ കാണിച്ചാടാ? ഒരു കാർഗോസ് കിട്ടി. കൊള്ളാം, നല്ല പാൻറ്റാണ് കേട്ടോ. ഇതാണ് എടുത്തത്. എന്നെ ഷർട്ട് എവിടെ? ഓ, ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല ഷർട്ടാണ് കേട്ടോ, സൂപ്പർ ഷർട്ടാണ്. പിന്നെ കവർ ഞാൻ എടുക്കും. പിന്നെ ഈ കവർ അതാ. ഇനി ഒരു ഷഡ്ഡിയുണ്ട് ഗൈസ്. ഇത് വലിയ ഷഡ്ഡിയാണ്. ഇപ്പം അജിൽ അല്ല പക്ഷേ അജയ് അങ്ങ് മടക്കി വെച്ചോ. ഓ മൈ ഗോഡ്. ഹായ് 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 ഹായ്. അപ്പം കഴിച്ച് നമുക്ക് നേരെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോവാം. നമ്മളെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം സുഹൃത്തുക്കളെ. അതേ കണക്ക് ഫുഡ് നമുക്ക് ആരാ വാങ്ങിച്ചിരുന്നത്? ഇന്ന് അജിൽ ആൻഡ് നമ്മുടെ അജയ് വാങ്ങിച്ചു തരണേന് നമ്മൾ 3 പേരും ഫുഡ് കഴിച്ച് നമ്മള് 3 പേരെയും വായും വയറും കൊണ്ട് മാത്രമായിട്ട്. അപ്പൊ നമുക്ക് നേരെ ഇനിയിപ്പോൾ അടുത്ത ഫുഡ് കഴിക്കാൻ പോകും സുഹൃത്തുക്കളെ. അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് വരണമെങ്കിൽ ഞാൻ ലൊക്കേഷൻ കമന്റിന്റെ താഴെ ഇട്ടിരിക്കാം സുഹൃത്തുക്കളെ. നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്യാം. നമ്മളിവിടെ സുബിൻ്റെ ഫോട്ടോഷൂട്ടാണ്. അവന് കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണ് കേട്ടോ. ഫോട്ടോഗ്രാഫർ അജയ് കുമാർ. ഇവൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് പെണ്ണ് റെഡിയായി. ഇവിടെ അമർത്ത നമുക്ക് അവന് ചെക്കനൊരു ഷൂവും കൂടി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ മാക്സി കയറി ഇതാണ്ടേ ഈ ഒരു ഷൂ എടുത്ത്. അത്യാവശ്യം വില കുറവല്ല എങ്കിലും 75 ദിർഹംസ് ഉണ്ട് കേട്ടോ. 75 ദിർഹംസ്. ഓ മൈ ഗോഡ്, 75 ദിർഹംസ് എങ്ങനെ പറഞ്ഞാൽ 2000 ആയില്ലേ? ആയി 2000 പൊട്ടി. അവൻ എങ്ങനെ പോയാലും ഇപ്പോൾ ഒരു 6000 പൊട്ടി കാണുമെന്ന് തോന്നുന്നു. കൺവേർട്ട് മിഡിൽ ക്ലാസ് ലോ ക്ലാസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഷൂ എടുത്ത് ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ചലിക്കാം. ഇപ്പം നേരെ നമ്മൾ പോണ ഫുഡ് കഴിക്കണം ഗൈസ്. ഫുഡ് നമുക്ക് അജയ് വാങ്ങിച്ചു തരും, അല്ല അജിൽ വാങ്ങിച്ചു തരും. അപ്പോൾ ഖരാമ സെൻറ്ററിലേക്ക് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. അതേപോലെ ഖരാമയ്ക്ക് പോയി നമ്മൾ എവിടെ നിന്ന് കഴിക്കുമെന്ന് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു നല്ലൊരു ഷോപ്പിൽ കയറുക, ഫുഡ് അടിക്കുക, തിരിച്ച് പോവുക. അതാണ് നമ്മുടെ പ്ലാന്. അപ്പം നേരെ ഇനിയിപ്പോൾ ഖരാമയ്ക്ക് പോകാൻ സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. ഖരാമയിലെത്തി. എന്നിട്ട് എന്ത് പറ്റി, പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അതേപോലെ തന്നെ നമ്മളെല്ലാവരും കൂടി നേരെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ ഏത് ഹോട്ടലിൽ അരിപ്പ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നേരെ നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ പോവാം. 3 മണിയായി ഗൈസ്. ഇതാണ് അരിപ്പ റെസ്റ്റോറൻറ്റ്.
അപ്പോൾ നമ്മൾ നേരെ ഇതിനകത്തോട്ടൊന്നും പോകുന്നു, ഫുഡ് കഴിക്കുന്നു. ഇവിടെ താമ്പീരത് അടിപൊളിയാണ് ഗൈസ്. അരിപ്പയിൽ നോക്കി അവിടെ ഇനിയിപ്പോൾ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അത് നമുക്ക് പറ്റില്ല ഗൈസ്. ഇല്ല പൈസ കുറവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അമ്പാടി ഹോട്ടലിൽ കയറാൻ പോകുന്ന സുഹൃത്തുക്കളെ. ബാക്കി എല്ലായിടത്തും മുടിഞ്ഞ തിരക്ക്, മഞ്ഞത്തവണ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മളിവിടെ അമ്പാടി വന്നു. ഇവിടെ ആകുമ്പോൾ ഒരു തിരക്കുമില്ല ഗൈസ്. ഇതെങ്ങനെയെന്ന് അറിയില്ല, നമുക്കെല്ലാം നോക്കാം. ഗൈസ് ഇല ഉണക്കാനുള്ള ഫാന് കണ്ടോ നിങ്ങൾ? കണ്ടോ ഇല ഉണക്കാനുള്ളതെന്ന് നമ്മുടെ അജിൽ കുട്ടനാണ് പറഞ്ഞ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ എന്തായാലും ഇലയൊക്കെ ഉണ്ട്. എന്തായാലും നല്ല വിശപ്പുണ്ട് കേട്ടോ, വിശന്ന് പിണ്ടായി ഞാൻ. ബാക്കി എല്ലായിടത്തും 20 മിനിറ്റ് 25 മിനിറ്റ് അരമണിക്കൂറൊക്കെ പറയുന്നു. നമ്മുടെ സമയത്തിന് വാല്യൂ ഇല്ല ഗൈസ്. അവിടെ കിട്ടും നല്ല ഫുഡ്, ഇവിടെയും കിട്ടും. നമുക്ക് എന്തായാലും ഇവിടുന്ന് എന്ത് കഴിക്കാൻ? നല്ല സദ്യ. ഇല വന്ന് കഴിക്കാനുള്ള 4 ഇല വന്നിട്ടുണ്ട് ഗൈസ്. അച്ചാറുണ്ട്, ചമ്മന്തിയുണ്ട്, തോരനുണ്ട്, വെഴുക്ക് വരട്ടിയുണ്ട്, അവിയലുണ്ട്. പോരെ അത്ര മതി സദ്യ. തോരൻ കുറച്ചെടുത്തിട്ട് കഴിച്ചു. സൂപ്പർ അവിയലിൻ്റെ ഒരു ടേസ്റ്റ്. സൂപ്പർ അവിയൽ. പാവയ്ക്ക സൂപ്പർ ടേസ്റ്റ് ആണ് അത്. കുറച്ച് ചമ്മന്തി ഇട്ട് മിക്സ് ചെയ്ത്, കുറച്ച് അവിയലിൻ്റെ പീസ് ഇങ്ങനെ മിക്സ് ചെയ്യുക. സൂപ്പർ സാധനം. ചേഞ്ച് ചെയ്യാം. ഗായ്സ് അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് നല്ല സദ്യയായിരുന്നു. ഒരു നോർമൽ സദ്യ, നല്ല 10 ദറംസേ ഉള്ളു. ഗുഡാണ്, നല്ല സദ്യയായിരുന്നു ഗായ്സ്. വലിയ തിരക്കുമില്ല, നമുക്ക് സമയത്തിന് കഴിച്ച് ഇറങ്ങാനും പറ്റി. സാധനങ്ങൾ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. മറ്റെവിടെയൊക്കെ നമുക്ക് പ്രാന്ത് വരും ഗായ്സ്. 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ അവിടെ ഇരിക്കണം കുത്തി. ഇത്രയും എന്താണോ എനിക്കറിയില്ല. ഓക്കെ അത് വിട്. എന്തായാലും നമ്മൾ നേരെ ഇനിയിപ്പോൾ തിരിച്ച് ഇവരെ കൊണ്ടാക്കിയിട്ട് ഞാൻ റൂമിലേക്ക് പോകുന്നു. എല്ലാവർക്കും താങ്ക് യു. ഹാപ്പി ഓണം. ഓണം കഴിഞ്ഞില്ലേ? നമുക്ക് ഡിസംബർ വരെ ഓണല്ലടാ, ഡിസംബർ വരെ ഓണാണ്. അപ്പൊ ഞാൻ ഇവരെ തിരിച്ചു കൊണ്ടാക്കി ഗൈസ്. ഇനിയിപ്പോ ഞാൻ റൂമിലേക്ക് പോവാണ്. അപ്പൊ എല്ലാവർക്കും ഓക്കെ. എടാ ശരിയതാ പോണേ. ബൈ ബൈ ഗൈസ്. അങ്ങനെ ഞാൻ റൂമെത്തി. അങ്ങനെ ഞാനിപ്പോൾ റൂമിലെത്തി സുഹൃത്തുക്കളെ. അവരെല്ലാം പോയി. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സമയം ഒരു 4-5 മണിയായി. രാവിലെ ഇറങ്ങിയതാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങിയതാണ്. പിന്നെ സ്റ്റുഡിയോയിൽ പോയി ഡ്രസ്സ് എടുത്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് ഇന്നത്തെ ദിവസം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കനും കൂടി അമർത്തി ഇതേ കണക്കത്തെ വെറൈറ്റി വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.